So guys, welcome back to another episode of Unscripted by Antep and Talkies podcast. And this is me, Shion Saji, back again. And this is RJ Antep. ചോദിച്ചില്ലടാ. അല്ല പറയണമല്ലോ, അത് അങ്ങനെയാണ്, അതിന്റെ ഒരു സാധനം ഇതാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബിഗ് ബോസിനെ പറ്റി ചർച്ച ചെയ്തു. ബിഗ് ബോസിന്റെ കാര്യം എന്താണ് ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ ഒരു കമന്റ്, വേദ് ലക്ഷ്മിയുടെ ഒരു കമന്റ് അബൌട്ട് ആദില ആൻഡ് നൂറ ബീങ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ. അത് അതില നൂറയാണെങ്കിലും പുള്ളി ഉദ്ദേശിച്ചത് ഒരു കമ്മ്യൂണിറ്റിനെ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരെന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ പേരിലുള്ള വീഡിയോ നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ആൾക്കാർ അതേ സെൻസിൽ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഇപ്പൊ വീണ്ടും ലക്ഷ്മി ഫാൻസ് എല്ലാരും ഉണർന്ന് എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ, എവിടെന്നൊക്കെയോ പറഞ്ഞുതരാം. അതിന് കാര്യമുണ്ട്. ഞാൻ അതിന് ടൈറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷ്മീസ് കേഴ്സ് ബ്രോക്കൺ. കാരണം ബിഗ് ബോസ് കൊണ്ടുവന്ന് 3 എണ്ണത്തിനെ അകത്തോട്ട് കയറ്റി വിട്ട്, അതിന് 2 എണ്ണം കാരണം ആൾക്കാർക്ക് അത്യാവശ്യം ഓക്കെ ലക്ഷ്മി പറഞ്ഞത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് കുഴപ്പമില്ല, ഓക്കെയാണ്, അവിടെ അവളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു എന്നൊരു സംഭവം. പിന്നെ ആ ഒരു ഇഷ്യൂവിനെ, ആ പറഞ്ഞ സാധനത്തിനെ അങ്ങോട്ട് കംപ്ലീറ്റ് ട്രാക്ക് തെറ്റിച്ച് വിട്ടിട്ട് തോന്നിയ പരുവത്തിലാക്കി കളഞ്ഞേക്കാം. ഇതിനിപ്പോ ഇങ്ങനെ മാറ്റിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതാണ് ഞാൻ ആ വീഡിയോയിലും നമ്മുടെ റീൽസിൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഈ പറയുന്ന എല്ലാ ഐഡിയോളജീസിനും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്നുള്ളതല്ല. പക്ഷെ അത് നോർമലൈസ് ചെയ്യണ്ട എന്ന് ലക്ഷ്മി പറയുന്നുണ്ടെങ്കിൽ യെസ്, അത് ലക്ഷ്മിയുടെ സ്റ്റാൻഡാണ്, അതിൽ ലക്ഷ്മിക്ക് നിൽക്കാം. ബേസിക്കലി നമ്മൾ ഇതിന് മുമ്പ് ബിഗ് ബോസ് റിവ്യൂ ചെയ്ത സമയത്തും അതല്ലാതെ പല വിഷയങ്ങൾ വന്നപ്പോഴത്തേക്കൊക്കെ ഞങ്ങൾ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു LGBTQ സപ്പോർട്ടർ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എവിടെയാണ് നമ്മൾ ലക്ഷ്മിയെ എതിർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ബേസിക് ആയിട്ടുള്ള സാധനമാണ് അവന്റെ ഡിഗ്നിറ്റി, അല്ലെങ്കിൽ റൈറ്റ് ടു ലീവ് എന്ന് പറയുന്നത്. അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെ പറ്റി പറയാനായിട്ട് ആർക്കും ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ വീഡിയോയുടെ താഴെ കമന്റ് ഒരുത്തം വന്നിട്ട് താഴെ കമന്റ് ബോക്സിൽ എടുത്തിട്ടേക്കാണ്, നിങ്ങളുടെ മക്കൾ കുണ്ടനും കുണ്ടത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ പറയുമോ എന്നുള്ളത്. അതിന് നമ്മൾ അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. നമ്മൾ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഞാൻ അത് എടുത്തു പറയും കൂടെ ചെയ്താണ്, ആ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചു പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസ്. ആദ്യം അതിനൊരു ക്ലാരിറ്റി തരണമെന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റി ചലഞ്ചേഴ്സ് വന്നിട്ട് ഈ സംഭവത്തിനെ മുഴുവൻ മാറ്റി വെച്ചതിനെ പറ്റി സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭ കയറി വന്നിട്ട് ലക്ഷ്മി എടുത്ത് പോയി കുളിച്ചിട്ട് വാ. അല്ല, അതൊരു റാഗിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് റാഗിങ്, അത് കാണാൻ ആദ്യം ഒരു രസം ഉണ്ടായിരുന്നു. അത് പക്ഷേ 3-4 തവണ അവൾ റിപ്പീറ്റ് ചെയ്ത് അതോടുകൂടി ആൾക്കാർക്ക്, സാധാരണ മനുഷ്യരാണെങ്കിലും ചിന്തിച്ചു പോലും, ഇപ്പൊ ഞാനാണെങ്കിലും സത്യം പറഞ്ഞാൽ ചിന്തിച്ചു പോയി, എന്തിന് ഇവളുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഒരു തവണ പറഞ്ഞു, അത് കഴിഞ്ഞു, ഓക്കെ. 2ാമതും 3ാമത്, കാരണം ബാക്കി അനുമോളുടെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞു വൃത്തിയോടെ പറയുന്ന പോലും ഇല്ല. എവിടേക്കോ എന്തൊക്കെയോ തൊട്ട് പറഞ്ഞു പോയി എന്നല്ലാതെ. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് നമ്മൾ ലക്ഷ്മിക്ക് എതിരെ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ ഒരാളുടെ കുറെ റൈറ്റ്സിനെ ചോദ്യം ചെയ്യാനൊന്നും ആർക്കും അവകാശമില്ല. ഹ്യൂമൻ റൈറ്റ്സിനെ ചോദ്യം ചെയ്യാനായിട്ട് ലോകത്ത് ആർക്കും ഒരു അവകാശമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും നോർമലൈസ് ചെയ്യണമെന്നുള്ള വാക്കല്ല നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നോർമലൈസ് നോർമലൈസ് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ പേരുണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അവര് നമ്മുടെ അടുത്ത് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കും. അതല്ലാതെ വെറുതെ ചുമ്മാ ജീവിക്കുന്നവരുടെ അടുത്ത് നമ്മളുമായിട്ട് നിന്നെ ഒന്നും കൂടെ ജീവിപ്പിക്കാനേ പറ്റൂലെന്നും പറഞ്ഞിട്ട് ഇത് പറഞ്ഞു വന്നാൽ ഞാൻ അതിൽ പറയാൻ വന്നൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയായിരുന്നു ഈ റിലീജിയസ് റിലേറ്റഡ് ആയിട്ട് ജാതി സംഭവം ഇല്ലേ, ഇത് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ളൊരു ചിന്ത ഒരു സമയത്തല്ല, ഏകദേശം ഇപ്പോഴും പല സ്ഥലങ്ങളിലും പല മതത്തിൽ ഉന്നത കുലജാതന്മാരാണെന്ന് വിചാരിക്കുന്നവർ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും അത് പലരും എന്തുകൊണ്ട് അത് പറയാനായിട്ട് അധികം ധൈര്യപ്പെടുന്നില്ല. ഒരുപാട് പേര് ഇതിന് എഗേൻസ്റ്റ് വർക്ക് ചെയ്ത് ഇതിന് എഗേൻസ്റ്റ് ഭയങ്കരമായിട്ട് ബഹളങ്ങളും കാര്യങ്ങളും പ്രൊട്ടസ്റ്റുകളും ഒക്കെ ഉണ്ടാക്കി ആ സാധനം എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടുവന്നുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതല്ല കളയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അവിടെയും പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള മതം, ജാതി ഇതെല്ലാം ഫോളോ ചെയ്യാം, ഇതിനൊന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ മറ്റൊരാൾക്കും അവനും നിന്നെ പോലെ ഒരു മനുഷ്യനാണ്, ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാ അവകാശങ്ങളും നിന്നെ പോലെ തന്നെയുള്ള ഒരാളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നിനക്കൊരു ജാതിയോ മതമോ ജെൻഡറോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനമോ ഒന്നും നിനക്ക് റൈറ്റ്സ് തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായിട്ടുള്ള സ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാം,
ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. അല്ലെങ്കിൽ അവരെ ഒന്നും വീട്ടിലോ സമൂഹത്തിലോ കയറ്റാൻ കൊള്ളാത്തവരാണ് അവരെല്ലാം, ഇതുപോലുള്ള പണി ചെയ്യാതെ ജീവിക്കുന്നവരാണ്, അങ്ങനത്തെ സാധനം അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റരുത് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നാളെ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകുന്നത് എന്താണ്, കൊന്നു കളയണതാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതാണ്. അതിലേക്ക് പോകാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതിപ്പോ ഏത് മനുഷ്യനെ പറ്റി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെയുള്ള ഒരു കാര്യം. ഞാൻ പണ്ടും പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു സംഭവം. ഇതിന് ഇവരെന്ത് ചെയ്തു, ഈ റിയാസും ഈ പറയുന്നത് പോലെ തന്നെ ശോഭ, ഇവര് രണ്ടുപേരും കൂടെ മാക്സിമം ശ്രമിച്ച ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുക, അവരെ ഒന്ന് റാഗ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും അത് കുറച്ച് ഓവറായി പോയി. ആൻഡ് അവിടെയും റിയാസിന്റെ പല സമയത്തുള്ള ടോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മി പറഞ്ഞില്ലേ ഈ പറയുന്ന പോലെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്, ഏകദേശം ഇതേ ലൈൻ തന്നെയാണ് റിയാസും പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്താണ് ഏറ്റവും കൂടുതൽ ഇതിൽ ആര് പറയുന്നതാണ്? ലക്ഷ്മിയുടെ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റിയാസ് വന്ന് കയറിയിട്ട് എന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് വാക്ക് ഓഫ് നോ ഷെയിം ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറഞ്ഞു ഐ ഡോണ്ട് കെയർ വാട്ട് യു വെയർ. അപ്പൊ യു ഹാവ് ടു കെയർ, ഐ എം യുവർ ഗസ്റ്റ്. അവൻ എന്തിടുന്നു, ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി താമസിക്കാന്ന് വെച്ചോ, ആ ഹോട്ടലിലെ മാനേജർ നമ്മൾ എന്തിടുന്നു എന്നുള്ളതിനെ പറ്റി കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ചെന്ന് കേറി ഒന്നാം തരമായിട്ട് പഞ്ചറായി. എന്നിട്ട് അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന റീൽ ഞാൻ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. റിയാസിന്റെ മാസ് ബീജി ഒക്കെ ഇട്ട് തള്ളിയിരിക്കാണ്. പഠിക്കുന്നെങ്കിൽ വരേണ്ട ഗുണമൊന്നും നിങ്ങളിലില്ല. എടാ ശരിക്കും പറഞ്ഞ അവനതിന്റെ അകത്ത് നല്ല ഒന്നാം തരമായിട്ട് ഊക്ക് വാങ്ങിച്ചു. അല്ല, റിയാസിന്റെ പ്രശ്നം എന്താണെന്നറിയോ? റിയാസ് അല്ല, ഞാൻ അതിലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധനം ഒന്ന് കാണിച്ചു തരട്ടെ. ഇതിന്റെ അവസാനം കൊണ്ടുവച്ചേക്കണുണ്ടോ? റിയാസ് ഇസ് ബാക്ക്. ശരിക്കും നല്ല അന്തസ്സായിട്ട് ഊക്ക് വാങ്ങി റെഡിയായി. അല്ലടി, ഞാൻ ഇപ്പോഴും പറയുന്നത് ഇപ്പൊ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്ന റിയാസിന്റെ പല സമയത്തുള്ള ടോക്കുകളിലൊന്നും റെസ്പെക്ട് ഇല്ലായ്മ ഭയങ്കര എവിഡന്റ് ആണ്. എനിക്ക് ഒരു സമയം മുഴുവനും റിയാസിന്റെ വീഡിയോ ചെയ്യാൻ മാത്രം സമയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇവിടെ പഠിച്ചു വരുന്ന 9ലും 10ലും ഒക്കെ പഠിക്കുന്ന പിള്ളേര് വിവരമില്ലാത്ത തെണ്ടികളാണ്. റിയാസ് ഭയങ്കര ജഡ്ജ്മെന്റിലാണ്. എന്നിട്ട് അവൻ ഇത് വന്നിട്ട് പറയാനുള്ള ഒരു അർഹത. ഡബിൾ സ്റ്റാൻഡ് പോലെ ഫീൽ ചെയ്യുന്നു. ബിഗ് ബോസ് ശരിക്കും ചലഞ്ചേഴ്സ് ആയിട്ട് കൊണ്ടുവന്നതാണോ അതോ ലക്ഷ്മിയുടെ ഇമേജ് മാറ്റിയെടുക്കാൻ വേണ്ടി മനഃപൂർവ്വം തള്ളി കയറ്റി ഈ മൊണ്ണകളെ വിട്ടതാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയും, കാരണം അത്ര വലിയ താരങ്ങളായിരുന്നു വന്ന് കയറിയത്. അല്ല, ഷിയാസ് ചെയ്തത് കറക്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇമ്പാക്ടിനെ ശോഭ അങ്ങനെ നശിപ്പിച്ചു. ശോഭ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പോട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശോഭ മറ്റേ അഖിൽമാരാർ അല്ല, പണ്ട് അഖിൽമാരാർ പറഞ്ഞ പോലെ തന്നെയാണ്, ശോഭ എന്ത് ചെയ്താലും അത് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരോ അവർക്ക് നല്ലതേ വരുള്ളൂ. അപ്പൊ ബേസിക്കലി അതാണ് ലക്ഷ്മിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, റിയാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാസ് എപ്പോഴും റെസ്പെക്ട് എന്ന് പറയും. ആൻഡ് ഈ ലക്ഷ്മിയുടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ അഭിഷേക് സി കുമാറിന്റെ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞിട്ട് അവന്റെ റിയാസിന്റെ സ്റ്റോറി എടുത്ത് നോക്കിയതുമാണ്. അതിൽ അഭിഷേക് അടക്കം പലരും പറയുന്ന ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് റിയാസ് ഹാവ് ടു സേ സംതിങ്. ഇപ്പൊ ഞാനും റിയാസുമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ റിയാസിനെ എന്നെ പറയാം, എന്നെ ഇൻസൾട്ട് ചെയ്യാം. എന്നെ ഇൻസൾട്ട് ചെയ്യാൻ റൈറ്റ്സ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് അവനാവാം, അല്ലെങ്കിൽ ഞാനോട് ആർഗ്യൂ ചെയ്യാം. പക്ഷെ എന്റെ വീട്ടിലിരിക്കുന്നവരെ പറയാന്ന് പറയുന്നത് ബേസിക്കലി അത് എന്താ കാരണം എന്നറിയോ? ബേസിക്കലി നമുക്ക് അതിനകത്ത് പ്രോപ്പറായിട്ട് ഒരു വാലിഡ് പോയിന്റ്സും ഇല്ലാതെ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ തെറി പറയുക, ആരോടെങ്കിലും ഫ്രസ്ട്രേഷൻ പറയുക, അത് നമുക്ക് കമന്റ് സെക്ഷനിൽ തന്നെ കാണാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഇതിലൊരു നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഡിസഗ്രിമെന്റ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്, അവരതിന് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എഴുതും. അല്ലാത്തവരെന്ത് പറയും, നിനക്ക് അച്ഛനുണ്ടോടാ, നിന്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോടാ, നീയൊക്കെ എന്തോ ആടാ, ഇതൊക്കെ ചോദിച്ച് വരുന്നവര് ബേസിക്കലി ഇവർക്കൊന്നും ഉത്തരവില്ല. ചുമ്മാ ഫ്രസ്ട്രേഷൻ തീർക്കാൻ എവിടെ വാഴ വന്ന് കമന്റ് ചെയ്യുന്നു. അതിലൊരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് റിയാസ് എന്നുള്ളതാണ്. ഞാനിപ്പോ എന്തോ പറ്റി, ഒരു ഞാനത് വില്ലത്തി പരിവേഷം ഉണ്ടായിരുന്ന ലക്ഷ്മിക്ക് ഇപ്പൊ മാസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫൈറ്റർ എന്നുള്ള ഒരു സാധനം കൊടുത്തോണ്ടിരിക്കുക. ഒരാവശ്യവും ഇല്ലാതെ. ഒരു സാധനം കൂടെ കാണിച്ചു തരാം.
ഞാൻ ഇരുന്നിട്ട് ഈ റീൽസ് ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ, കാരണം ബിഗ് ബോസിന്റെ സാധനം ഫോളോ ഇടുന്നുണ്ട്. ബേസിക്കലി നീ അവിടെ വെച്ച എനിക്ക് കാണുമല്ലോ, നീ അത് ഇവിടേക്ക് മറ്റേ ഇതിൽ തരാറുന്നില്ല, അയച്ചിട്ടുണ്ട്. ഇതിലിടാ അൺസ്ക്രിപ്റ്റഡിലിട്. അതിനല്ലേ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ടല്ലോ നേരിച്ചിട്ടുണ്ട്. ആകെ ഇത്ര സ്പൈസ് പോവല്ലേ. അയച്ചിട്ടുണ്ട്. ലക്ഷ്മി റിയാസിനെ ചവിട്ടി തൂക്കി എറിയുന്നൊരു സാധനം. ബേസിക്കലി ഇപ്പൊ അതാണ് ഉണ്ടായത്. അവസാനം അതൊന്നും വേണ്ടായിരുന്നു. അല്ലെങ്കിൽ കത്തിക്കാൻ വന്നാൽ കത്തിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ ഇപ്പൊ ചലഞ്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വൃത്തിക്കും വെടുപ്പിനും അത് ചെയ്തോളൂ. ഞാനിപ്പോ റിയാസിന്റെ വേറൊരു ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഒരു സാധനം കണ്ടു. 2-3 ദിവസമായിട്ട് ലക്ഷ്മിക്കാണല്ലോ കണ്ടൻസ് എന്ന്. അത് ഞാൻ കാരണമല്ലേ എന്ന്. അത് തന്നെയാണ് ആ മണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നീ അതിനൊരു സ്ഥലത്ത് വന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ലക്ഷ്മിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളെയൊക്കെ നീ പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ അതിനകത്ത് നിനക്കൊരു റെസ്പെക്ട് നമ്മൾ തന്നേനെ. ഇത് നീ എന്ത് ചെയ്തു? എല്ലാരും പറഞ്ഞ കാര്യമാണ് റിയാസ് സലീം വരണം എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചിന്തിച്ചൊന്നുമില്ല, കാര്യം എനിക്കറിയാം ഇവനിങ്ങനെയാണ്. പക്ഷെ വന്ന് കയറിയിട്ട് അതെല്ലാം കൂടെ നശിപ്പിച്ചോണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വേറെ സാധനം കൂടെ പറയാനുണ്ട്. അടുത്തൊരു സാധനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദില നൂറ ഇല്ലേ, അവർക്ക് അത്യാവശ്യം നല്ലൊരു ഇമേജ് വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീലും ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു എന്താണ് സത്യം പറയാലോ ഒരു അനുകമ്പ, ഒരു സിമ്പതി, എമ്പതി സാധനങ്ങളൊക്കെ വന്നിട്ട് നല്ല ഇമേജിൽ നിൽക്കായിരുന്നു. പക്ഷെ ഈ ഹോട്ടൽ ടാസ്ക് വന്നതിന് ശേഷം നിനക്ക് അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അതിലോട് എനിക്കൊരു ചെറിയ ദേഷ്യമുണ്ട്. ഓവർ ആക്കുന്നതായിട്ടും സംഭവങ്ങളും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ചില സമയത്ത് ഗാലറി നമുക്ക് സപ്പോർട്ട് ആണെന്ന് വിചാരിച്ചിട്ട് എന്തും കാണിക്കാൻ പാടില്ല, എന്ത് തോന്നിയ ദിവസവും കാണിക്കാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ ടാസ്കിന്റെ, അതിപ്പോ ഞാൻ പറയട്ടെ, ആര്യൻ എന്ത് വെറുപ്പീരാണ്, എന്തിനാണ് അതിന്റെ ഉള്ളിൽ അതിനെ നിർത്തിയിരിക്കുന്നത് എനിക്ക്. അതല്ല, ആര്യന്റെ വെറുപ്പിൽ ഒരു സൈഡില് ഈ സാധനം വെച്ചിട്ട് കുറെ അവർക്ക്. പിന്നെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സ്വാഭാവികമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വൂണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്നൊക്കെ അവരടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ എന്തുവെന്നറിയോ, ഇവർക്ക് ഭയങ്കര പ്രിവിലേജ് കൊടുക്കുന്നത് പോലെ അപ്പുറത്തേക്ക് തോന്നും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് ശോഭ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ആദ്യമേ അതിലെടുത്ത് മറ്റേ ഇഷ്ടത്തിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നു. അതിലേക്ക് റോസ് കൊടുക്കുന്നു ഈ സംഭവം. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉണ്ടായ സംഭവം ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഹോട്ടൽ ടാസ്ക് നടന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും കാലം ഉള്ളതിൽ വെച്ചിട്ട് ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്ന സാധനം ഇതിന്റെ അത് കറക്റ്റായി ഫോളോ ചെയ്യപ്പെട്ടു എന്ന് നിനക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. എല്ലാം തോന്നിയ പാടായിരുന്നു നടന്നത്. അല്ല, അതാ പറഞ്ഞത്. സത്യത്തില് ഇതിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടിയിരുന്നത് ഈ പറയുന്നത് പോലെ വന്ന ചലഞ്ചേഴ്സ് ആണ്. പക്ഷെ ഈ ചലഞ്ചേഴ്സിന് ഈ പറയുന്ന പോലെ ഒരു പ്രീ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഫോക്കസ് ചെയ്തത് എന്ന് വെച്ചാൽ, ഞാൻ ഷിയാസ് കരീമിനെ അല്ല പറയുന്നത്, ബാക്കി എല്ലാവരും ഫോക്കസ് ചെയ്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ മാത്രം ഫോക്കസ് ചെയ്ത് പോയപ്പോ എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കലിപ്പ്. ലക്ഷ്മി ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ സാധനം മാത്രമല്ല, അതുമല്ല, അവക്ക് ഞാൻ മനസ്സിലാക്കിയതോളം ഈ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ളൊരു ഇമോഷണൽ സാധനമില്ല. ഈ ലജ്ജ, ഉളുപ്പ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഉള്ള ആളല്ല ലക്ഷ്മി. കാര്യം ഏതൊരു മനുഷ്യനും, ഇപ്പൊ ഞാൻ അടക്കമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തില് നിങ്ങൾക്ക് അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിപ്പോവാം എന്നൊരു സാധനം പറയുമ്പോൾ ഒരു ലേശമെങ്കിലും ഈ പറയുന്ന പോലത്തെ എന്തെങ്കിലും ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ഷോ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഇറങ്ങി പോകുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ബേസിക്കലി ഇത് അവർ ചെയ്തത് ഒരു കണ്ടന്റ് സ്റ്റണ്ട് ആയിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാനും പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ലക്ഷ്മിക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അത് ഏറ്റവും വലിയ സത്യം. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ വലിയൊരു രീതിയിൽ മാറ്റിയെടുക്കുന്നുണ്ട്. 2 ജെൻഡറും ഈ പറയുന്ന പോലെ ബാക്കി ആരുടെയൊക്കെ തമ്മിലുള്ള ഒരു വലിയ മഴവിൽ എന്ന് പറയാൻ പാടില്ല, ഇറ്റ്സ് LGBTQ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു വലിയ വാർ എന്തോ നടക്കുന്നത്. പക്ഷെ ബേസിക്കലി വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എന്റെ ഒരു 10-20 വർഷമായിട്ട് എന്റെ കമ്പനി ആയിരുന്നു ഒരുത്തി എന്നെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോയിരുന്നു. റിയാസ് സലീമിനെ ഞാൻ ചീത്ത വിളിച്ചു, അവന്റെ വിവരക്കേടിന് ഞാൻ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുള്ളൂ. അല്ല, നമുക്ക് വിയോജിപ്പുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവരെ ആരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ലോ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഈ പറയുന്ന പോലെ അവിടെ തന്നെയാണ് ലക്ഷ്മിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ വേറെ സംഭവം, ഞാൻ ഹോട്ടൽ ടാസ്കിന്റെ കാര്യം ചോദിച്ചല്ലോ. ഒരു ടാസ്ക് ആണ്, ഒരു ഷോ ആണ്. അതിൻ്റെ അകത്ത് ഈ ടാസ്ക് കൊണ്ടുവരുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി ഒരു സാധനം ഇല്ലാതെയാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ ഇത്തവണത്തെ പാർട്ടിസിപ്പൻസ് എല്ലാരും കളിക്കുന്നതും വന്ന ചലഞ്ചേഴ്സും. ശോഭയാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ മടി കയറിയിരിക്കുക, ഭയങ്കര അവരുടെ കമ്പനി കാണിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒരു സാധനം വരുന്നത് എല്ലാ സീസണിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഫുൾ ഓൺ ഫുൾ മറ്റേ അവരവരുടെ ഫേവറേറ്റ്സിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. അല്ല, അതെന്താണെന്നറിയോ, അവര് എസ്പെഷ്യലി റിയാസ്, ശോഭ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഷിയാസ് ആണെങ്കിലും ഒന്നും ഈ പറയുന്ന പോലെ അവരുടെ സീസണിൽ പോലും വൻ രീതിയിൽ തിളങ്ങിയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ഈ ചുമ്മാ പറച്ചിലൊക്കെ തന്നെ ഉള്ളൂ. വിന്നേഴ്സൊക്കെ വേറെ ടീമുകളാ, ശരിക്കുള്ള റിയൽ ഗെയിമേഴ്സും വേറെ ടീമുകളാ. ഇതൊക്കെ പറച്ചിലല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ചില വിഭാഗങ്ങൾക്ക് ചില വിഭാഗം ആ ഒരു ചെറിയ ടോപ്പിക്കുകൾ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം മാസമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് തരം മാസമാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഗെയിം ചേഞ്ചേഴ്സ് ഒന്നും അല്ല ഇവരാരും. അഖിൽമാരെ പറ്റി എന്താ പറയാനുള്ളത്? അഖിൽ ബിഗ് ബോസ് മെറ്റീരിയലാ. അതല്ല, അഖിൽമാരാർ എന്തായാലും ഈ ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴത്തേക്ക് അഖിൽമാരെ പുതിയ ചാനൽ തുടങ്ങിയില്ലേ? അതിന്റെ അഖിൽമാരെ നല്ല കാര്യം. ഇനിയിപ്പോ നല്ല ഊക്കായിരിക്കും എല്ലാവർക്കും ഉള്ളത്. പിന്നെ എനിക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിപ്പോ 7ാമത്തെ സീസൺ ആയില്ലേ, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമുക്കും പ്രെഡിക്റ്റബിൾ ആണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റേഴ്സും ചിന്തിക്കുന്നില്ല. അവർ 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാസ സാധനമൊക്കെ കൊണ്ടുവന്നു. പക്ഷെ എവിടേക്കോ ഇത് മൊത്തത്തിലൊരു കുടുംബശ്രീ, ഞാൻ അത് പറഞ്ഞ കുടുംബശ്രീക്കാരെ കളിയാക്കാന്നല്ല, അത് അങ്ങനെ ഒരു ടേം ഉള്ളത് കൊണ്ട് മാത്രം പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഒരു എന്താ പറയടാ, തുണി ഇടാത്തതിന്റെ പ്രശ്നം, ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു. ഞാനൊക്കെ ആലോചിക്കുന്നത് അതാ, നമ്മളൊരു മനുഷ്യർ ഈ ഫുഡ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുന്നത് ഒരു വലിയ കണ്ടന്റ് ഒക്കെ ആയിട്ട് ഇടേണ്ടി വരുന്ന ദാരിദ്ര്യ അവസ്ഥ ആലോചിക്കുക. പിന്നെ പുതപ്പിനടിയിൽ അതാ ഞാൻ പറഞ്ഞു, പുതപ്പിനടിയിൽ ഇന്നത് സംഭവിക്കുന്നു, എന്റെ ദേഹത്ത് കയറി അൺകംഫർട്ടബിൾ ആയിട്ട് പിടിച്ചു, ആ ടച്ച് ഒട്ടും ടച്ച് അല്ല, സംസാരിക്കേണ്ട കാര്യമാണ്, ഗുഡ് ടച്ച് അല്ല, ആ ആക്ഷൻ ഭയങ്കര പേടിപ്പിക്കുന്നു. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ റെന നെവിൻ അവിടെ കിടന്നു, ആര്യൻ എണീപ്പിച്ചു വിട്ടു, അത് കഴിഞ്ഞ് റെന ഓടിപ്പോയി അവിടെ ചാടി കയറി കിടക്കാണ്. ആ സമയത്ത് ആര്യൻ ഇങ്ങനെ അടുത്തോട്ട് ചെന്നെന്ന് പറഞ്ഞിട്ട് അവള് പേടിക്കേണ്ട കാര്യം എന്താ? അല്ല, അതൊരു വലിയ ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. അത് ഡിസ്കംഫർട്ടബിൾ ആവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ നിനക്ക് തോന്നുന്നത്. അല്ല, അതൊക്കെ ഓക്കെ. ഇവര് മൂന്നുപേരും, ആര്യനും അതാണ് പറഞ്ഞത്, ഇവര് ഫ്രണ്ട്സ് ആണ്, ഇവരിത് പലതവണയും പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതുപോലെ വന്നു എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർക്ക് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നാൻ പാടില്ല എന്നുള്ള സൈഡിൽ കൂടെ കിടപ്പുണ്ട്. എനിക്ക് പറയാനുള്ള സാധനം ഉണ്ട്. ഇത് നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കുക, അതിനൊക്കെ ഓർമ്മയുണ്ട? ഈ സംഭവം നടക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് ആ സമയത്ത്. ഇത് കഴിഞ്ഞിട്ട് ഇവള് നേരെ പോയി കിടക്കുന്ന ബിന്നിന്റെ അടുത്ത് ചെന്ന് കേറി ഉടനെ അവള് മറ്റേ എരുതിയിൽ എണ്ണ ഒഴിക്കുക, സ്ക്രൂ ഇടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ച് സാധനം കുശു പറഞ്ഞു. എനിക്ക് ഏകദേശം ആ കുശുപ്പിത് സത്യം പറഞ്ഞ മനസ്സിലായ അടി വരുന്നു വിചാരിച്ചിട്ടല്ല. റെന ഇത് വന്ന് കിടന്നല്ലോ, നീ എന്താ കാണിച്ചത്, ഇത് എന്തായിരുന്നു, ഇത് എങ്ങനെ പുറത്തു പോകും? പ്രത്യേകിച്ച് റെന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ അവൾ പ്രസന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ആ ആളുടെ അടുത്ത് നിന്റെ ബോയ് ഫ്രണ്ട് എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് വിചാരിക്കും, ഈ ഒരു സാധനം അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ പോരെ, പിന്നെ അവളെ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും അറിയും. കാരണം അവൾക്ക് ആ ഒരു സാധനം, കാരണം ചിരിച്ചോണ്ടാണ്. അല്ല, പക്ഷെ അതിനെ ഞാൻ വിചാരിക്കുന്നത് അത് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവസാനിപ്പിച്ചായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവസാനിപ്പിച്ച് അതിന്റെ അത് പിന്നെ കുത്തിരിപ്പ് കൊണ്ടുവന്നത് അനുമോളായിരുന്നു. പക്ഷെ ഇത് അനുമോളിന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ബേസിക്കലി ഈ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും ഒരു അപമാനമാണ് ഇവിടെ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇവൾക്ക് കൊറേ നല്ല വശങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഇന്നലെ ജിസേലിന് വയ്യാന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഓടി അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഒരു ക്യാമറയിൽ ഇരിക്കുന്ന സമയമാണ്. ഷീസ് ആൻ ആക്ട്രസ്. വളരെ ഇപ്പൊ ഈ പറയുന്നത് പോലെ എല്ലാരും പറയും 100 ദിവസമൊക്കെ നമുക്ക് ക്യാമറ അവിടെ ഇല്ലാതിരിക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. മനുഷ്യനാണെങ്കിൽ പറ്റും. കാരണം അവൻ എഴുന്നേറ്റ് അവൻ ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചൊക്കെ തന്നെ ചെയ്യണത്. ചുമ്മാ പഞ്ചിന് വേണമെങ്കിൽ പറയണോ ഞങ്ങളതൊന്നും അല്ല, എല്ലാം അങ്ങനെയൊന്നുമല്ല, ക്യാമറയുടെ മുമ്പിൽ എന്ത് വരും എന്നൊക്കെ വിചാരിച്ച് പറയും. പിന്നെ ടെമ്പർ പൊട്ടുമ്പോൾ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നത് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഡിഫറൻസ്.
ഇതിൽ ഞാൻ പറഞ്ഞത് അനു അവിടെ അങ്ങനെയുള്ള ആക്ഷൻസിലൊക്കെ നമുക്ക് തോന്നാനുള്ള റീസൺ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വാട്ട് എവർ ഷീ ഹാവ് ഇപ്പൊ നമുക്ക് പോർട്രേ ചെയ്ത് കാണിക്കുന്നത് മുഴുവനും ഒരു പ്രോപ്പർ അനുവൊന്നുമല്ല, നല്ല രീതിയിലുള്ള ആക്ടിങ് ആണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇവർക്ക് ആരോ പറഞ്ഞു കൊടുത്ത് കയറ്റി വിട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞ് ഈ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള. പിന്നെ ഈ പറയുന്ന പോലെ കുടുംബം സീരിയൽ ആക്ട്രസ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് സീരിയൽ ആക്ട്രസ് ആണ്. എനിക്ക് സ്റ്റാർ മാജിക് മാത്രം അല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് സീരിയൽ ആക്ട് ചെയ്തതിന്, അതിന്റെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാം, മറ്റേ സീരിയൽ സ്ക്രിപ്റ്റ് എഴുതണ പോലെ അവളെങ്ങനെ നിൽക്കണം എന്നുള്ളൊരു സാധനം എഴുതിയിട്ട് കുടുംബ പ്രഷർ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ച് താങ്ങി കുടുംബ പ്രഷർ എന്ന് വിചാരിക്കും. അതേ സാധനമാണ് ഈ ബിന്നിയായിട്ട് സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഇവളും കയറി വന്നായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ. ഞാൻ പിന്നെ ആ വിഷയത്തിൽ ഞാൻ അത് കേട്ടില്ല, എനിക്കറിയായിരുന്നു എന്ത് വന്നാലും അത് അവിടെ ക്ലോസ് ആക്കും, കാരണം അടുത്തൊരു ടോക്കിലേക്ക് പോവില്ല. കാരണം ഒനീലിന്റെ വിഷയത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചമ്മി എല്ലാരും ബേസിക്കലി. അപ്പം അത് മാത്രല്ല എന്താണ് ജിസേൽ ഇതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡിൽ എടുത്ത് നിന്ന് മറ്റേ ലക്ഷ്മി എടുത്ത് റെന പറയാൻ പോയപ്പോഴത്തേക്ക് വെട്ടിയത് നീ കണ്ടില്ലായിരുന്നു. റെന പോയിട്ട് ലക്ഷ്മി വന്നിട്ട് എന്താണ് സംഭവം, ശരിക്കും എന്താണ്, ഇങ്ങനെയാണ് ഡിസ്കംഫർട്ട് ആയതെന്നൊക്കെ പറഞ്ഞിട്ട് അവള് മറ്റേ അന്വേഷണ കമ്മീഷനെ കൊണ്ട് ചെന്നായിരുന്നു. ആ സമയത്ത് ജിസേൽ അങ്ങോട്ട് എന്നിട്ട് ഞാനാണ് നിന്റെ ഫ്രണ്ട്, നീ എന്നോടാണ് പറയേണ്ടതെന്നും പറഞ്ഞിട്ട് ചെന്നൊരു ഇത് അടിച്ചിട്ട് നൈസായിട്ട് റെനെ മാറ്റിക്കൊണ്ടൊക്കെ ലക്ഷ്മി റെനെ മാറ്റിക്കൊണ്ടുപോയി ജിസേല്. ലക്ഷ്മിയുടെ അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോയി. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ബേസിക്കലി ആ വിഷയം ഒരു വലിയ സംഭവം ആവാതിരുന്നത്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇവര് മൂന്നുപേരും ഒരുമിച്ച്. അക്ബർ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നതല്ലേ, നിങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് ഡബിൾ മീനിങ് പല കാര്യങ്ങളും പറയുന്നതല്ലേ എന്നൊക്കെ. അല്ല, അതുകൊണ്ടാണ് നമുക്ക് അതിനകത്തൊരു ഇത് തോന്നാത്തത്. പിന്നെ ഈ പറയുന്ന പോലെ അതുകൊണ്ട് മാത്രം അവർക്ക് ഡിസ്കംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല എന്നുള്ള വാദവും നമുക്ക് വെക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ പ്രശ്നം. പിന്നെ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എസ്പെഷ്യലി ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ അനുമോള് ഉന്നയിക്കുന്ന കുറെ വിഷയങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ പ്രവീൺ അത് മാത്രമല്ല പ്രവീൺ പുറത്തിറങ്ങിയിട്ടാണെങ്കിലും പറഞ്ഞു അനുമോൾ പറയുന്നത് പലതും ശരിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞില്ല. അല്ല, ഞാൻ അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കോ ഇവർ ഈ ഷോയുടെ ഒരു പേഴ്സ്പെക്റ്റീവിനെ വളരെ പെട്ടെന്ന് മറക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇജാതി കുൻസായ്മകൾ മാത്രം സംസാരിക്കാനല്ല ആ ഷോ. ഈ കാണാനിരിക്കുന്നവർ ചിലപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് നേരം ഇതാക്കിയാലും അതിന് നിങ്ങൾക്ക് നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ആണ് ഒരു സമയം കഴിഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുക എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം, എന്തൊക്കെ ടാലൻസ് ഷോക്കേസ് ചെയ്യാം. ഈ ചില സമയത്ത് ഞാൻ ഈ അടുത്ത് തന്നെ നമ്മുടെ അൽത്താഫിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞൊരു കേസാണ്, ചില സമയത്ത് ഈ എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതൊരു വലിയ ഫാക്ട് എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഷോ എങ്ങനെ ഇപ്പം ഞാൻ അതുകൊണ്ട് അഖിൽ എന്തുകൊണ്ടാണ് ഒരു നല്ല ഗെയിമർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിഷയങ്ങളെ പറ്റി സംസാരിക്കാൻ അഖിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് നെഗറ്റീവായി പോയിട്ടുണ്ടെന്നുള്ളതാണ്, പലതും നെഗറ്റീവായി പോയിട്ടുണ്ട്, പലതും നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് തന്നെയല്ലേ റിയാസ് വന്ന സമയത്ത് എന്തോ മുണ്ട് പൊക്കി കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതില് റിയാസിനോട് എല്ലാവരോടും അതിൽ പറഞ്ഞൊരു കേസുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരുത്തവൻ വന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം തോന്നിയെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനും പല സംഭവങ്ങളെ ഷോക്കേസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഇതിപ്പോ ഒരുമാതിരി അമ്മായിയമ്മ അല്ലെങ്കിൽ ഈ വീടിന്റെ അടുത്തുള്ള ടീമുകളൊക്കെ മറ്റേ ഇത് പറയുമല്ലോ, കുറച്ച് അപ്പൂപ്പന്മാര് അമ്മൂമ്മമാരുടെ സെറ്റപ്പിലുള്ള ഒരു ഷോ, ഭയങ്കര ഷോകായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ. മോഹൻലാലിന് എല്ലാ ആഴ്ചയും വന്നിട്ട് മക്കളെ ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഈ ഇതിന്റെ ഇടയിൽ 2 ജെൻഡർ LGBTQ ഫൈറ്റ് ഉണ്ടല്ലോ. ഈ ഇതിനകത്ത് ഇപ്പൊ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാം. അവിടെ ആരും ലക്ഷ്മി പറഞ്ഞതിനോടല്ല എന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ ഒരു ഐഡിയോളജിയെ അല്ല ആരും വിയോജിക്കുന്നത്. ലക്ഷ്മി ഒരു മനുഷ്യന് സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള റൈറ്റ്സിനെ ചോദ്യം ചെയ്തതിനാണ് ഈ പറയുന്നത് പോലെ എന്ത് ചെയ്തത് നമ്മൾ ഞാനടക്കമുള്ളവർ ചിലര് കാണിക്കുന്നത് പറയുന്നത്. പക്ഷെ അതിനെ അപ്പോഴേക്കും ഇവർ മാറ്റിയെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്ക് 2 ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് അഗൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ തോട്ടിന് അഗൻസ്റ്റ് ആണ്. അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഇതേപോലെ തന്നെ നിങ്ങളും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ തിരിച്ചപ്പുറത്തുമുണ്ട്. മറ്റേ ഒരുമാതിരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നിന്നിട്ട് ഞങ്ങൾ പാർട്ടിക്ക് ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ, അതിപ്പോ ശരിയോ തെറ്റോ എന്ത് തേങ്ങയാണെങ്കിലും അത് തന്നെ അപ്പുറത്ത് പോയി ഛർദ്ദിക്കുക എന്നുള്ളത് അങ്ങനെ ചിന്തിക്കേണ്ട. നിനക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള ആളാണെങ്കിൽ അത് പറയാനുള്ള റൈറ്റ്സ് കാണിക്കണം. പക്ഷെ അത് മറ്റൊരാളുടെ ഡിഗ്നിറ്റിയോ റൈറ്റ്സിനെയോ ചോദ്യം ചെയ്തുകൊണ്ടാവരുതെന്ന് മാത്രം.
എന്റെ ഫ്ലോ പോയി ഫ്ലോ പോയി പറഞ്ഞോണ്ടത് ഞാൻ വേറെന്തോ ചിന്തിച്ചോണ്ട് വന്നു അതിന്റെ ഇടയ്ക്ക്. ചിന്തയിൽ നിന്ന് മാറി വരും. അതെ ചിന്തയിൽ നിന്ന് മാറി വരാം. അപ്പൊ അതാണ് എനിക്ക് ടോട്ടലി ഈ ഷോയ്ക്കകത്ത് ഇത്തവണ നടക്കുന്നത് മൊത്തം ഇതുപോലെ എന്നെ പിച്ചി മാന്തി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ സാധനങ്ങളാണ്. ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാളിറ്റി അഷുറൻസ് ഈ സംഭവങ്ങളോ ഒന്നും പറയാനൊന്നും പറ്റൂല. പക്ഷെ എന്തായാലും ഇത്തവണത്തത് കുറച്ചധികം. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ റോമൻ കൾച്ചറൊക്കെ ഇല്ലേ, മറ്റേ സാധനം ഈ ആൾക്കാരെ ഉള്ളിലിട്ട് അടിപ്പിച്ച് കൊല വിളിച്ച് അത് കണ്ട് രസിച്ചിരുന്ന ഒരു ആൾക്കാരുടെ ഒരു ഐഡിയോളജി തന്നെയാണ് പിന്നീട് ഈ പറയുന്ന പോലെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ബേസിക്കലി രണ്ടാൾക്കാർ അല്ലെങ്കിൽ ഒരു 10-15 പേര് നിൽക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളവർ തമ്മിൽ ഉണ്ടാവുന്ന കുൻസായ്മയും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു അടിയുമാണ് ഈ ഷോയുടെ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷോയെ നമുക്ക് മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവർക്ക് വേണ്ടത്. ഈ അടി കാണാൻ അല്ല ഞാൻ പറയാൻ വന്നതല്ല, ഈ അടി കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കാരണം ആദ്യം ഈ ഷോ ഇറങ്ങിയപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കണ്ടന്റ്സ് ഇല്ലായിരുന്നു. ഇവിടെ ഈ സീസൺ 7 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ വിഷയങ്ങളായിരുന്നു. മറ്റേ വൈൽഡ് കാർഡുകൾ വന്നു, ഇവരുടെ ജിസേൽ ആര്യൻ വിഷയം എടുത്തിട്ടപ്പോഴത്തേക്കാണ് ഷോയ്ക്കകത്ത് ലൈവ് കാണുമ്പോഴത്തേക്ക് വ്യൂവറിന്റെ കൗണ്ട് നോക്കണം. 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷത്തിലൊക്കെ കടന്നത് ഇപ്പൊ 3, 5 നേരെ ഡബിൾ ആയിട്ടാണ് ചാടിയേക്കുന്നത്. എല്ലാ എപ്പിസോഡും അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ളതാണ്. മറ്റേ നമ്മള് ഇത്ര ലൈവിന്റെ കൗണ്ടൊക്കെ എങ്ങനെ എഴുതി കാണിക്കുന്നത്. ആ ലെവലില് ബിഗ് ബോസ് അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. രണ്ടുപേര് തമ്മിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ അടി ഉണ്ടാക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ നമ്മളടക്കം ഈ പറയുന്ന പോലെ ഈ വിഷയം സംസാരിക്കുന്നത് അതിനകത്ത് എന്താണ് അവരുടെ അഭിപ്രായം, അതിനെന്ത് സംഭവിക്കും, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പക്ഷെ ഇതിന്റെ ഇപ്പൊ പറഞ്ഞു വന്നതിൽ നമുക്ക് വോട്ടിംഗ് സംഭവം ഉണ്ടല്ലോ, വോട്ടിങ്ങിന്റെ സ്റ്റാറ്റസ് ഞാൻ അങ്ങനെ നോക്കാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് 1-2 റീൽസ് കയറി വന്നപ്പോഴത്തേക്ക് താഴെ കിടന്ന ലക്ഷ്മിയൊക്കെ ഇപ്പൊ 2ാമതൊക്കെ എത്തിയിട്ടുണ്ട്. 40,000 സംതിങ്ങോ. ആ ഷാനവാസ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോട്ട് 7ാമത്തേലും 8ാമത്തേലും ഒക്കെ കിടന്ന ആളാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ല, അതിന് ഈ പറയുന്നത് പോലെ വൈൽഡ് കാർഡ്സ് അല്ല, ചലഞ്ചേഴ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ കാര്യം. കാര്യം ലക്ഷ്മിക്ക് ചിലപ്പം ലക്ഷ്മി വേണമായിരുന്നെങ്കിൽ ഈ ഒരു എവിക്ഷനിൽ വേണമെങ്കിൽ ഔട്ടാക്കി പോകാൻ പറ്റുന്ന ഒരാളായിരുന്നു. ഇതിപ്പോ സത്യം പറയാലോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലാണ്. പക്ഷെ എന്നാലും ഈ റിയാസിനോട് ദേഷ്യമുള്ള കുറെ പേരുണ്ട്. അതുകൊണ്ട് മാത്രം ചിലപ്പോൾ ലക്ഷ്മിക്ക് ഒരു 10 വോട്ട് കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞൊരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇവരുടെ ഷോയിൽ പോകുമ്പോ തന്നെ നമ്മൾ ഇൻഡയറക്റ്റ്, അതായത് ബിഗ് ബോസ് പോലും ഈ വീക്കെൻഡ് എപ്പിസോഡ്സിൽ കാണിക്കുന്ന ഇൻഡയറക്റ്റ് ഹിന്റുകളാണ്. ഇത് കാണിക്കാനുള്ള ഒരു കഴിവ്. അതാ പറഞ്ഞ ഞാനതാ നേരത്തെ പറഞ്ഞത്, ഇവരാരും അത്ര നല്ല ഇവരുടെ സീസണിൽ പോലും വലിയ ഗെയിമേഴ്സ് ഒന്നും ആയിരുന്നില്ല. ഇവരുടെ ചില നിലപാടുകളും ചില കാര്യങ്ങളും ഒക്കെയാണ് ഇവരെ കുറെയൊക്കെ പ്രേക്ഷക പ്രീതി കൊടുത്തത്. ഏറെക്കുറെ. പിന്നെ അഖിലില്ലായിരുന്നെങ്കിൽ ശോഭ ഇല്ലായിരുന്നു. അത് പറഞ്ഞ പിന്നെ എന്നൊക്കെ ചോദിക്കും, പക്ഷെ അല്ല, അതാണ് സത്യം. അതുപോലെ റോബിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ ലെവലിൽ ഉണ്ടായിരുന്നോണ്ടാണ് ഈ പറയുന്ന പോലെ റിയാസിനാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ റോള് കിട്ടിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നേരം ഇടക്കിടക്ക് തലക്കിട്ട് 2 കൊട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു പാവമായിട്ട് ശോഭ. പക്ഷെ ശോഭയ്ക്ക് ശോഭയുടേതായിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. കൊട്ട് കാരണം അവിടെ രക്ഷപ്പെട്ടു. അതാണ് എനിക്ക് തോന്നിയത്. അല്ല, പിന്നെ നമുക്ക് ഈ എല്ലാത്തിലും പറയുന്ന പോലെ ഇപ്പൊ മസ്താനി വന്നിറങ്ങി കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞൊരു സാധനം, പുറത്തുനിന്ന് പറയാൻ എന്ത് എളുപ്പമായിരുന്നു, പുള്ളിക്കാരിപ്പൊ കണ്ടില്ലേ നീയൊക്കെ. മസ്താനി എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏറെ തന്നെയാന്ന് തോന്നുന്നു. പാവം ഇറങ്ങിയില്ല, മുങ്ങിയല്ലോ. അപ്പൊ കുറെ ആയിട്ട് ഇൻസ്റ്റയിൽ ഒന്നുമില്ല, ആ ഒരാഴ്ചയായിട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ. എനിക്ക് പഠിക്കായിരിക്കും എന്ത് പറയണം, പഠിച്ചെല്ലാം നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ കഥകളൊക്കെ അല്ല അതൊന്നും നമ്മൾ നോക്കും. ഞാൻ പറയുന്നത് അതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നൊന്നുമില്ല. മറ്റൊരാളുടെ പഴയ ഇതെല്ലാം പൊക്കി എടുത്തോണ്ട് വന്ന് അതിപ്പോ നമുക്ക് എങ്ങനെ അതിൽ സത്യാവസ്ഥ എന്താണെന്ന് എങ്ങനെ നമുക്കറിയാം. അതിപ്പോ നമ്മൾ കൊടുക്കുന്ന അതേ നാണയത്തെ തിരിച്ചു കിട്ടുക എന്ന് പറയില്ലേ. അല്ല, മസ്താനി അത് അർഹിക്കുന്നു. മസ്താനി അത് അർഹിക്കുന്നു എന്നുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കാണെങ്കിലും ചില സമയത്ത് വന്നു കയറി ആദ്യമൊക്കെ ഒന്ന് ഇച്ചിരി എല്ലാരെയും ഒന്ന് ട്രിഗർ ചെയ്തപ്പോ ഓക്കെ ക്വൈറ്റ് ഗുഡ്, കുഴപ്പമില്ല, അത് വേണം. നമുക്ക് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് മറ്റേ ധ്യാനമായിട്ട് കൂടാൻ കയറി വന്നൊന്നുമല്ലല്ലോ. അപ്പൊ ഇടയ്ക്ക് ഇത് വേണം. ഇവള് പക്ഷെ ഇത് തന്നെയായിരുന്നു. അതും എന്തൊക്കെയാണ് പീനട്ട്, ആ മറ്റേ ചെറുക്കന്റെ പീനട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്
അയ്യോ ഞാൻ ചില സമയത്ത് ഞാൻ ചില സമയത്ത് ആലോചിക്കുന്നത് എന്താന്ന് പറയും, ഞാനൊക്കെ പോയോണ്ടല്ലോ ചിലപ്പോ ചിലരെയൊക്കെ ചെവി ഇങ്ങനെ പൊത്തി ഓടേണ്ട സിറ്റുവേഷൻ ഇതുപോലത്തെ സംഭവം ഒന്ന് ഞാൻ അങ്ങോട്ട് പോയി തെറി വിളിക്കത്തില്ല. ഞങ്ങൾ രണ്ടുപേര് ആരായാലും അല്ല ഇതിപ്പോ നമ്മളിപ്പോ അതിൽ പറയണ്ട, ഇപ്പൊ എന്തോ ബിഗ് ബോസിൽ അടുത്ത വർഷം പോകാൻ പോകുന്ന പോലെ ഇനി പുതിയ വൈൽഡ് കാർഡൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതൊരു പഴയ ആള് അങ്ങനെ ഒരു കരക്കമ്പി ഞാൻ കേട്ടു. സോ പഴയ ആരോ എന്ന് വെച്ചാൽ ഈ സീസണിലെ പഴയ ആരെങ്കിലും ആണോ? രജിത് കുമാറാണോ? രജിത് കുമാറിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പുള്ളി ഏതോ സിനിമയുടെ ഷൂട്ടിൽ എന്തോ ആണോ? അല്ല അത് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോ. ആണോ? എന്തോ സിനിമയുടെ ഷൂട്ടിൽ അങ്ങനെ എന്തൊക്കെയാണെന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസ് ഒരുമാതിരി അലമ്പ് ഹൗസ് എന്നുള്ളൊരു അല്ല അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റേ അവര് പറയുന്ന പോലെ തന്നെ സമൂഹത്തിന്റെ പ്രതിഫലനമാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങയല്ല. പിന്നെ കുറെ കാര്യങ്ങൾ ഇതിന് കാരണം കൊണ്ട് സംസാരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇല്ല അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന സാധനമല്ല. എല്ലാരും സംസാരിക്കുന്നുണ്ട്. പണ്ട് മറ്റേ അമ്മയുടെ ഷോ നടക്കുന്നു മറ്റേ അങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതപ്പോ ഈ നോർമൽ TV ഓഡിയൻസ് അല്ലാതെ തന്നെ എല്ലാരും ഓക്കെ ഈ ഒരു സമയത്ത് നോക്കി വെച്ചിരുന്നൊക്കെ കാണുമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഏഷ്യാനെറ്റിന്റെ ഷോ നടക്കുന്ന ഈ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ എല്ലാരും ഓൾമോസ്റ്റ് ലൈക്ക് ഒരു വലിയ ഓഡിയൻസ് കാണുന്നു. ഇന്നും ഇപ്പോഴും പലതിലും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നോർമലി TV കാണുന്ന റിപ്പോർട്ടറെ കുറ്റമായിട്ട് പറയണല്ലോ. റിപ്പോർട്ടറൊക്കെ തലകുത്തി നിന്ന് മരിച്ചടിച്ച് ഈ അരുണിന്റെ കുൽസായ്മ അരുൺ ഇപ്പൊ മാറി, ഡോക്ടർ അരുൺ മാറി മറ്റേ എഴുത്തുകാരൻ അരുണാണ്. എന്ന് വെച്ചാൽ മഞ്ഞപ്പത്രത്തിൽ ഇരുന്ന് എഴുതൂലേ ഇത്രയും വൃത്തികേടുകൾ നല്ല ഫ്ലോയില്. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന മറ്റേ ഇവർക്കായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ പറ്റുമെന്നുള്ളത്. ആരാ BJP സപ്പോർട്ടർ ഉണ്ടല്ലോ ഒരാള്, എടാ സുജയാണ് ആ ലെവലിലേക്ക് എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നോക്കുന്നു അരുൺ ഓരോ ദിവസം വെച്ചടി കയറുക. ഇപ്പൊ പിന്നെ എനിക്കൊരു സംശയം വന്നു, എന്തിലാ ഈ ഡോക്ടറേറ്റ് എടുത്തത്? ഈ പറയുന്ന പോലെ ഈ ജാതി കുത്സായ്മകൾ പറയാനാണോ? അല്ല ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കയറ്റിയിടണം അല്ലേ ശരിക്കും? ആ ലെവൽ കുൻസായ്മയൊക്കെയാണ് പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നോ കമന്റ്സ്. ഓക്കെ അപ്പൊ എനിക്ക് ഇത്തവണത്തെ സംഭവത്തെ പറ്റി പറയാനുള്ളത്, ഈ റീലിന്റെ അടിയിൽ വന്നിരുന്ന കമന്റ് ഇടുന്ന ആൾക്കാർ ഒറ്റ കാര്യമെങ്കിലും ചിന്തിക്കുക. ആദ്യം മര്യാദയ്ക്ക് ആ റീല് കാണുക, അതിൻ്റെ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് താഴെ വന്ന് കമന്റ് ബോക്സിൽ ഇട്ടിട്ട് ഇങ്ങനെ ഓരോരോ വെകളത്തരങ്ങൾ പറയാ. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കതില് ഒരു കുഴപ്പമില്ല. നമ്മളിതെല്ലാം ഒന്നാമത് ആരും വിചാരിക്കരുത് എല്ലാ കമന്റും വായിക്കുന്നുണ്ട്. അല്ല ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്ടീവ്സ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. ചിലര് വന്ന് തെറി വിളിച്ചിട്ട് പോകുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ വലിയ രീതിയിൽ ഇമോഷണലി ഒന്നും കൊടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ റിലേറ്റഡ് ആണ് എന്തെങ്കിലും പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി റിപ്ലൈ കൊടുക്കാം. ഞാൻ നോർമലി എന്റെ എല്ലാ വീഡിയോയ്ക്ക് വരുന്ന കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കും. അതിപ്പോ 1 മില്യൺ ഓടിയിട്ടുള്ള വീഡിയോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ വെറുതെ ഒരുമാതിരി ഒന്ന് കിടന്ന് അലച്ചോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് മറുപടി കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ടുള്ള കമന്റിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടില്ല. ഞാനത് ഞാൻ വായിക്കാറുണ്ട്, ഞാൻ എല്ലാം വായിക്കും. ഒരുവിധം എന്റെ കണ്ണിൽ പെടുന്നതാണെങ്കിൽ ഞാൻ വായിക്കും. പിന്നെ ചില സമയത്ത് അറിയാലോ ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. അപ്പൊ എന്തായാലും അതാണ് നമ്മുടെ ഒരു സംഭവം. അപ്പൊ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഈ ടോപ്പിക്ക് മാത്രമല്ല, ബിഗ് ബോസ് മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, വേറെ ടോപ്പിക്സിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺ ടിൽ ദെൻ സൈനിങ് ഓഫ്. ഒരു കാര്യം കൂടെ ഉണ്ട്, അൺസ്ക്രിപ്റ്റഡ് നിങ്ങൾക്ക് ഇത്രയും നേരമൊക്കെ കേട്ടിരുന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത്. ഇൻസ്റ്റഗ്രാമില് ആൻഡ് ടോക്കീസ് പോഡ്കാസ്റ്റ് നോക്കിയാൽ മതി, അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷിയോണിന്റെ പേജിലും കൊളാബായിട്ട് വരും. സോ യാ, താങ്ക് യു. ചിൽ കുപ്പിച്ചിൽ.